ഭഗവാന്റെ ആ അവതാരത്തിൻ്റെ സങ്കല്പം എന്തായിരുന്നു? ഈ ലോകം മുഴുവനും ഒറ്റക്കെട്ടായിട്ട് എല്ലാ ജനങ്ങൾക്കും സുഖമായി സന്തോഷമായിട്ടുള്ള ഒരു ജീവിതം ഉണ്ടാവണം. അവർക്ക് ധർമ്മത്തിൻ്റെ പാതയിൽ കൂടെ അവരെ ലോകകല്യാണം, അവർക്കെല്ലാവർക്കും അതിൽ കൂടെ സ്വസ്ഥത ഉണ്ടാവണം, സുഖം ഉണ്ടാവണം, സമാധാനം ഉണ്ടാവണം. എല്ലാവരും പരസ്പരം സ്നേഹിച്ചുകൊണ്ട് ലവ് വാൾ സെർവ് വാൾ എന്ന ആ സ്വാമി പലപ്പോഴും വന്നിരുന്ന മന്ത്രം, ആ മന്ത്രം ശരിക്ക് ജീവിതത്തിൽ എല്ലാവരും അനുഷ്ഠിച്ചുകൊണ്ട് ഒരു വസുദേവക കുടുംബകം, യൂണിറ്റി ഓഫ് ഓൾ കൺട്രീസ്, ഇതാണ് സ്വാമി തൻ്റെ അവതാരകാലത്ത് കാണിച്ചിട്ടുള്ള ഏറ്റവും വലിയ ദൗത്യം. അത് അങ്ങനെ ഒരു സംഗതിക്ക് വേണ്ടി ഭഗവാൻ വന്നത് ഇത്രയും ഒരു വിധത്തിലുള്ള സൗകര്യങ്ങളില്ലാത്ത, അതില്ല, ടെലിഫോണില്ല, പോസ്റ്റ് ഓഫീസ് സൗകര്യങ്ങളില്ല, ബസ് സർവീസില്ല, വണ്ടിയില്ല, ഒന്നുമില്ല. പുട്ടപരുത്തിയിലേക്ക് അന്ന് എത്തണമെങ്കിൽ 6 മണിക്കൂർ 7 മണിക്കൂർ എടുക്കും പെനുകുണ്ടയിൽ നിന്ന് എത്താൻ തന്നെ. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ആണ് ഭഗവാൻ വന്നത്. പിന്നെ ഭഗവാന് കുറേ കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ബസ് സർവീസ് വന്നു. ജനം കുറേശ്ശെയായിട്ട് അറിഞ്ഞിട്ട് മെല്ലെ വരാൻ തുടങ്ങി. അപ്പോഴാണ് ഒരു പുതിയ മന്ദിരം ഉണ്ടാക്കാനായിട്ടുള്ള സ്വാമിക്ക് സാധിച്ചത്. സ്വാമിയല്ല, അത് ഭക്തന്മാർ കൂടിയിട്ട് എല്ലാവരും കൂടി ആലോചിച്ച് ഇനി ചെറിയ സ്ഥലം പോരാ, പാദമന്ദിരം പോരാ, പഴയ മന്ദിരം പോരാ, പുതിയൊരു മന്ദിരം വേണമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് അങ്ങോട്ട് ഭഗവാന്റെ മഹാത്മ്യം കുറേശ്ശെ ഭക്തന്മാരുടെ അനുഭവത്തിൽ കൂടെ ഭാരതം മുഴുവൻ അറിഞ്ഞു. പല വിദേശ രാജ്യങ്ങളിലും ചെറുതായൊക്കെ അറിഞ്ഞു. അവരൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ ഭക്തരുടെ തിരക്ക് കാരണം കുറേശ്ശെ ആൾക്കാർ ആദ്യത്തെ രീതിയിൽ നിന്നൊക്കെ മാറി 1000-2000 ആൾക്കാരൊക്കെ എത്തിത്തുടങ്ങി. അവരൊക്കെ ഇരുന്നത് ഈ പുതിയ മന്ദിരത്തിൻ്റെ പുറത്തുള്ള മണ്ണിൽ മുറ്റത്താണ് ഇരുന്നത് ഒരു കാലത്തൊക്കെ. അന്നൊക്കെ അവിടെ വരുന്ന എല്ലാവർക്കും 2-3 ദിവസത്തിനുള്ളിൽ സ്വാമിയുടെ ആനന്ദദായകമായിട്ടുള്ള മിഥോദർശനം കിട്ടുമായിരുന്നു. ആ സമയത്തൊക്കെ ദിവസവും രാവിലെ അന്ന് ആദ്യം തന്നെ ഓങ്കാരവും സുപ്രഭാതവും നഗരസങ്കീർത്തനമൊക്കെ അന്ന് നടക്കുമ്പോൾ അതൊരു വല്ലാത്ത രീതിയിലുള്ള ഒരു ആനന്ദമാണ് എല്ലാവർക്കും നൽകുക. പല സ്ഥലത്തും നമുക്ക് ഓങ്കാര സുപ്രഭാതവും ഒക്കെ ചെയ്യാൻ സാധിക്കുമെങ്കിലും പുട്ടപ്പരുത്തിയിൽ വെച്ച് അത് ചെയ്യുമ്പോഴുള്ള ആനന്ദം അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തതായിട്ടുള്ള സംഗതിയാണ്. ആ അനുഭവത്തിന് വേണ്ടി തന്നെ എത്രയോ പേര് പുട്ടപ്പരുത്തിയിലേക്ക് വന്ന കാലമായിരുന്നു. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹവാർഡ് മർഫറ്റ് എന്ന ഓസ്ട്രേലിയക്കാരൻ ആ കാലത്ത് വന്നിട്ട് അദ്ദേഹം ഭഗവാനെ പറ്റി മാൻ ഓഫ് മിറാക്കിൾസ് എന്നൊരു പുസ്തകം അദ്ദേഹം രചിച്ചു. ആ പുസ്തകം ലോകത്തിൽ ഒരുപാട് രാജ്യങ്ങളിൽ അത് പ്രചരിച്ചു, അതിന് പ്രശസ്തി ഉണ്ടായി. അത് വായിച്ചിട്ടാണ് ആദ്യകാലങ്ങളിൽ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും വിദേശീയർ പുട്ടപ്പരുത്തിയിലേക്ക് വരാൻ തുടങ്ങിയത്. അവർക്ക് പലർക്കും മിഥോദർശൻ ഇൻ്റർവ്യൂ ഭഗവാന്റെ അടുത്തുനിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ അവർക്ക് ലഭിച്ചതായ, അവർ കണ്ടതായ വിസ്മയകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പുറം രാജ്യങ്ങളിലൊക്കെ വരയ്ക്കാൻ തുടങ്ങി. അപ്പോഴേക്ക് പല രാജ്യത്തു നിന്നും ഇതൊക്കെ കേട്ടിട്ട് ധാരാളം ജനങ്ങൾ പുട്ടപ്പരുത്തിയിലേക്ക് വരാൻ തുടങ്ങി. അത്ഭുതകരമായ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് ധാരാളമായിട്ട് ഭക്തജനങ്ങൾ ജിജ്ഞാസയോടുകൂടി പുട്ടപ്പരുത്തിയിലേക്ക് വരാൻ തുടങ്ങി. അപ്പോഴേക്ക് ത്വരിതഗതിയിൽ മാറ്റങ്ങൾ പുട്ടപ്പരുത്തിയിൽ വന്നുകൊണ്ടിരുന്നു. ഭഗവാന്റെ സങ്കല്പം പുഷ്ടിപ്പെടാൻ തുടങ്ങി. വളരെ മോശമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് ഘട്ടമായിട്ട് വളരെ വേഗത്തിൽ മനുഷ്യന്മാരുടെ ശക്തിക്കൊക്കെ അതീതമായിട്ട് വളരെ വേഗത്തിൽ പുട്ടപ്പരുത്തി മറിയാൻ തുടങ്ങി. പല വിസ്മയങ്ങളും ഉണ്ടായി. അങ്ങനെ ഘട്ടമായിട്ട് പല ആധുനിക സൗകര്യങ്ങളും ഗതാഗത സൗകര്യങ്ങളും നല്ല റോഡുകൾ, പുതിയ കെട്ടിടങ്ങൾ, ആശ്രമത്തിനകത്തും പുറത്തും ഭക്തർക്ക് താമസിക്കാനായിട്ടുണ്ടായി. മണ്ണിൽ ദർശനത്തിനിരിക്കുന്ന സ്ഥലത്ത് ഭഗവാന്റെ ഒരു പരമഭക്തനായിട്ടുള്ള കുൽവന്തറായി എന്നൊരു ഭക്തൻ വിശാലമായിട്ടുള്ള ഒരു ഹാളുണ്ടാക്കി. അതിനാണ് കുൽവന്ത് ഹാൾ എന്ന് പേര് വന്നിട്ട് അവിടെയാണ് എല്ലാവരും ദർശനത്തിനിരിക്കുന്നത്. ഇപ്പോൾ സ്വാമിയുടെ 60ാം തിരുനാളാകുമ്പോഴേക്ക് പുതിയ ഹാളും പരിസരമൊക്കെ പല അലങ്കാരപ്പണികളൊക്കെ ചെയ്തിട്ട് അത്യാകർഷകമായിട്ടുള്ള ഒരു മന്ദിരമായിട്ട് മാറി. കാലക്രമത്തിൽ വിദേശ ഭക്തർ ആ കുൽവന്ത് ഹാളിൽ സ്വർണം പണികളൊക്കെ എടുത്തു, സ്വർണം പൂശൊക്കെ ചെയ്തു. അതിൻ്റെ സീലിങ്ങിലൊക്കെ വലിയ ഷാൻഡലിയേഴ്സും അലങ്കാരപ്പണികളും നല്ല ടൈലുകളും ഒക്കെ പതിച്ചിട്ട്
നിലം ഗ്രാനൈറ്റ് പതിച്ച് അതിസുന്ദരമാക്കി. 70-ാം തിരുനാളാവുമ്പോഴേക്ക് പ്രശാന്തി നിലയം തികച്ചും മാറിയിട്ടുള്ള ഒരു സ്ഥലമായിട്ട് മാറി. ആദ്യം കണ്ടവർക്ക് വിശ്വസിക്കാനേ പറ്റില്ല, ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഇത് കൊട്ടാര സദൃശമായിട്ടുള്ള സംഗതികളൊക്കെ ഉണ്ടാവുമോ. വലിയ വലിയ ഫ്ലാറ്റുകൾ സമുച്ചയങ്ങളൊക്കെ നിറഞ്ഞു. വിദേശികളുടെ ഭക്ഷണശാല വന്നു, ഉത്തരേന്ത്യക്കാരുടെ ഭക്ഷണശാല. അവിടെ ഉണ്ടായിരുന്നതായിട്ടുള്ള സൗത്ത് ഇന്ത്യൻ ക്യാൻറ്റീൻ പുതുതായിട്ട് പണിതു, വളരെ സൗകര്യപ്രദമായിട്ട് മാറ്റി. പല ഉപഭോഗ വസ്തുക്കളും മിതമായ നിരക്കിൽ ലഭിക്കുന്നതായിട്ടുള്ള ഒരു മോൾ അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങി. ദീക്ഷിത് എന്ന് പറയുന്ന ഒരു ഭക്തൻ്റെ ഉത്സാഹത്തിൽ പ്രശാന്തി നിലയം നിറയെ പൂന്തോട്ടമായിട്ട് മാറി. വലിയ വലിയ വൃക്ഷങ്ങളും ഒരു ശരിക്കും പറഞ്ഞാൽ പച്ച, ആദ്യകാലങ്ങളിൽ പച്ച കാണാനേ ഇല്ലാത്ത സ്ഥലത്ത് മുഴുവൻ പച്ച പിടിക്കുന്ന പണിയൊക്കെ ചെയ്തത് ദീക്ഷിത് എന്ന് പറയുന്ന ഒരു ഭക്തനായ ഒരു പൂങ്കാവനമായിട്ട് മാറ്റി പ്രശാന്തി നിലയത്തിനെ. പിന്നെ അവിടെ അതിൻ്റെ ഇടയിൽ ഗായത്രി, ദുർഗ, ഗണപതി, സുബ്രഹ്മണ്യൻ, നാഗങ്ങൾ, ദേവതകളുടെയൊക്കെ പ്രതിമകൾ, വിഗ്രഹങ്ങളൊക്കെ അവിടെ പ്രതിഷ്ഠിച്ചു. ഒരു ബുദ്ധപ്രതിമയും അതിൻ്റെ കൂടെ ഇപ്പോൾ നമുക്ക് കാണാം. അതിനു മുമ്പേ ആയിട്ട് തന്നെ പുട്ടപ്പരുത്തിയിലെ മുസ്ലിമുകൾക്ക് സ്വാമി ഒരു പള്ളി അവർക്ക് ആരാധിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുത്തിരുന്നു. അതിനുശേഷം ക്രിസ്മസും ബുദ്ധപൗർണിമയും ആഷാഢ ഏകാദശിയും നമ്മുടെ ഓണവും വിഷുവും പുതുവത്സരങ്ങൾ തമിഴ്നാട്ടിൽ, തെലുങ്ക് ദേശത്തിലൊക്കെ അതൊക്കെ വലിയ ഉത്സാഹമായ രീതിയിൽ നടത്താൻ, ആഘോഷിക്കാൻ തുടങ്ങി സ്വാമി. അപ്പോഴേക്കും ഭക്തജനങ്ങളുടെ തിരക്ക് സീമാതീതമായി വർദ്ധിക്കാൻ തുടങ്ങി. അതിനിടയിലാണ് സത്യസായി സേവാ സംഘടന രൂപം കൊണ്ടത്. ആ സത്യസായി സേവാ സംഘടനയ്ക്ക് ഒരു ദിവ്യ ചാർട്ടർ ഭഗവാൻ അനുഗ്രഹിച്ച് നൽകി. ആ ചാർട്ടറിൻ്റെ ശക്തിയിൽ ലോകമെമ്പാടും ഈ സത്യസായി സേവാ സംഘടന ഭഗവാന്റെ ആശയങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ട് വലിയ നല്ല രീതിയിൽ നടക്കാൻ തുടങ്ങിയപ്പോൾ അതിനനുസരിച്ച് പുട്ടപ്പരുത്തി ലോക കോൺഫറൻസുകളും അഖില ഭാരത കോൺഫറൻസും മറ്റ് ലോകരാഷ്ട്രങ്ങൾ പങ്കെടുക്കുന്ന പല പഠന ശിബിരങ്ങളും ഒക്കെ നടന്നുകൊണ്ടേയിരുന്നു. സംഘടന സീമാതീതമായിട്ട് വളർന്നു പന്തലിച്ചു. വളരെ വിമർശനങ്ങൾ, ന്യൂനപക്ഷത്തിൻ്റെ വിമർശനം കുറേ കാലത്ത് ഭഗവാനും ഭഗവാന്റെ എല്ലാവരെയും ആകർഷിപ്പിക്കുന്ന, അമ്പരിപ്പിക്കുന്നതായിട്ടുള്ള വിസ്മയാവഹമായ രീതിയിൽ ശ്രീ സത്യസായി ജില്ല എന്നൊരു ജില്ല നിലവിൽ വന്നു.